ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എൽസാപ്പ് ടോക്സ്. ഞങ്ങളുടെ പറഞ്ഞ രാജസ്ഥാൻ റോയലും നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് കളി ഉണ്ടായിരുന്നു. ടോസ് ജയിച്ച രാജസ്ഥാൻ റോയൽ ബാറ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം തന്നെ വിക്കറ്റുകൾ കുറച്ച് വിക്കറ്റുകളൊക്കെ പോയെങ്കിലും ആദ്യം തന്നെ ഏറ്റവും മോശം 2 പ്രകടനം, 2 വിക്കറ്റുകളുണ്ട്. ഒന്ന് ജയ്സ്വാൾ 5 റൺ എടുത്തിട്ടാണ് ഔട്ടായത്. പിന്നെ സൂര്യവംശി വൈഭവ് 4 റൺ എടുത്തിട്ട് ഔട്ടായി. പിന്നെ നന്നായി കളിച്ചു എന്ന് പറയുമ്പോൾ 2 ആൾക്കാർ പിന്നെയും കുഴപ്പമില്ലാണ്ട് കളിച്ചു. ഒന്ന് ജഡേജ, പിന്നെ റിയാൻ പരാഗിൻ്റെ ബാറ്റിംഗ് കിട്ടില്ല. 6 4 ഒക്കെ അടിച്ച് അങ്ങനെ 90 റൺസാണ് പരാഗ് എടുത്ത്. കുറച്ചും കൂടി 6 അടിച്ചിട്ടുണ്ടെങ്കിൽ 100 അങ്ങനെ 225, 6 വിക്കറ്റ്, 20 ഓവർ, 226 മാത്രം ജയിക്കാൻ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ്. അവിടെയും അടിച്ച് തെറിപ്പിച്ച നമ്മുടെ കെ രാഹുലിൻ്റെ ബാറ്റിങ്ങാണ്. കിടിലൻ ബാറ്റിംഗ്, 75 റൺസ്, പ്ലെയർ ഓഫ് ദ മാച്ചും കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 225 എടുത്തത്. അതിപ്പോൾ 226 സിംഗിൾ എടുത്തു. അങ്ങനെ ഫിനിഷായി. അങ്ങനെ 7 വിക്കറ്റ് ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇവർ 5 കളികൾ തോറ്റു, ഡൽഹി ക്യാപിറ്റൽസ് 4 കളി ജയിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ സ്റ്റേജാണ് നിൽക്കുന്നത്. രാജസ്ഥാൻ റോയൽ 3 കളി തോറ്റു, 6 എണ്ണം ജയിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പോയിൻ്റ് ഉള്ളത്. പക്ഷെ പോയിൻ്റ് കിടക്കുന്നത് വളരെ മോശം രീതിയിലാണ് മറ്റേ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ. അപ്പോൾ കൂടുതൽ ഇനി പറയാൻ വേണമെങ്കിൽ CSK മുംബൈ ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ ആ പോയിൻ്റ് മോശമാണ്. .1 മൈനസാണ്. അത് കൂടണമെങ്കിൽ ഇന്നും കൂടി ജയിക്കണം. ഇന്ന് മാത്രം ജയിച്ചാൽ പോരാ, മറ്റുള്ള കളികളും ഇനി കൂടുതലായി വിജയിച്ചുകൊണ്ടേയിരിക്കും. എന്നാലാണ് അത് ജയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതൊരു ടിൽ ദെൻ ഗുഡ് ബൈ.